ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് തൃശ്ശൂരിലാക്കില്ലേ, നമ്മുടെ സ്വന്തം തൃശ്ശൂർ, ആനകളുടെ നാടായ തൃശ്ശൂരിൽ. അതപ്പോൾ തൃശ്ശൂരിൽ എന്താ വന്നതെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പൂരം കാണാനാണ് വന്നത്. പൂരം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യണം. ലൈഫിൽ ഫസ്റ്റ് ടൈം പൂരം കാണാൻ പോകുന്നതിൻ്റെ എല്ലാ ഡൗട്ടുകളും പ്രശ്നങ്ങളും എന്താ കാണേണ്ടതെന്ന് കൂടി എനിക്കറിയില്ല. അപ്പോൾ ഓരോ ആൾക്കാരെ വിളിച്ചാലും 19-ാം തീയതി രാവിലെ അങ്ങനെ ഓരോന്ന്. അപ്പോൾ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 18-ാം തീയതി ഇവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. രാവിലെ 3:30 കറക്റ്റ് 3:30 3:30 എത്തിയിട്ട് പെട്ട് ശരിയായ പെടൽ പെട്ട്. ഇപ്പോൾ 7:30-8 മണിയായി. ശരിയായ പെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമില്ല, എല്ലായിടത്തും റൂമില്ല, ഒരു സ്ഥലത്ത് റൂമില്ല. ചെറിയ ഒരു ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ദിവസം ഫുള്ള് താമസിക്കാൻ 200 രൂപയൊക്കെ നോർമൽ ഡേയ്സിൽ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇപ്പം 3000 രൂപയാണ്. അതും 3 ദിവസത്തേക്ക് കിട്ടും. 18, 19, 20 ഈ 3 ദിവസത്തേക്കായിട്ടേ ബുക്കിംഗ് ഉള്ളൂ. 3 ദിവസത്തേക്ക് കൂടിയിട്ട് 20-ാം തീയതിക്ക് ശേഷം പിന്നെ നോർമൽ റേറ്റാണ് 400 രൂപ 300 രൂപയ്ക്കാണ് ഞാൻ ചോദിച്ച ഒരു റൂമിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോഫി കാര്യങ്ങളൊക്കെ കുടിക്കുന്നൊരു വീഡിയോ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടോ. ഞാൻ പിന്നെ ഇവിടത്തേക്ക് വരുന്നൊരു ബൈക്കിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഒരു റൂം സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ്, എപ്പോഴത്തേക്കും പോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പല്ല് തേക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പല്ല് തേക്കാണ്ട് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും പഠിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവനെന്താ പിരാന്താണോ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു പൂരൊക്കെ കാണാൻ, മോനെ നല്ല തിരക്കായിരിക്കും, അറിയാം, നല്ല കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും ഞാൻ ഇതൊരു ലൈഫിൽ എന്താ പറയുക, എൻ്റെ അച്ഛനൊക്കെ എല്ലാ വർഷവും പോകുന്ന ആളാണ്. ഈ വർഷം പുള്ളിക്ക് ചെറിയ കാലിനൊരു പെയിൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടക്കാനും കാര്യത്തിനൊന്നും പറ്റില്ല. പെയിനല്ല, ഒരു മുറിവുണ്ട്, അത്യാവശ്യം കുറച്ച് വലിയ മുറിവാണ്. ഇപ്പോൾ ഷുഗർ കാര്യങ്ങളെല്ലാം ഇല്ലോണ്ട് പിന്നെ അത് ഉണങ്ങുന്നുമില്ല. അപ്പോൾ ആ ഒരു രീതി പെട്ടതുകൊണ്ട് മാത്രമാണ് പുള്ളി പോകാത്ത. അല്ലെങ്കിൽ എല്ലാ വർഷവും പൂരം, പിന്നെ നമ്മുടെ മൂകാംബികയിലെ തേര്, അതിനൊക്കെ അങ്ങനത്തെ എല്ലാത്തിനും ഒക്കെ പോകുന്ന ആളാട്ടോ. അപ്പോൾ പുള്ളി ജസ്റ്റ് ഞാൻ വരുന്ന സമയത്തേ പറഞ്ഞു, എന്തിനാ നീ ഇത്ര നേരത്തെ പോന്നേ, എനിക്കറിയാം റൂം കിട്ടൂല. എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, റൂം എനിക്ക് കിട്ടുകയില്ല, കാരണം എല്ലാ വർഷവും പോകുന്ന ആളാണല്ലോ. അങ്ങനെ ഞാൻ ഒരു സോളോ വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കമ്പനിക്കാരുണ്ട്, എന്നുവെച്ചാൽ പുള്ളി ബാംഗ്ലൂർ. അപ്പം അവളുടെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരു ചെക്കനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ റൂം തപ്പിക്കൊണ്ട് നിൽക്കല. അപ്പോൾ അതിൽ പോകണമെന്നാണ്, ചക്കായിരപ്പുറം പോയി നിൽക്കണം. അവർ കുറച്ച് ചെക്കന്മാരായിട്ട് റൂം എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൂടി എടുത്തോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ ആയല്ലേ വരാത്തെ. ഇനി എപ്പോഴും പറയുന്നത് ഞാൻ കൺസിസ്റ്റ് ആയിട്ട് ഇടുമെന്ന് പറയുന്നില്ല. ലെറ്റ് മീ ഒരു ആന വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് തൃശ്ശൂർ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആനേൻ്റെ ഏരിയ ആണ്. പക്ഷേ ഇല്ലേ, എൻ്റെ അടുത്ത് എൻ്റെ യൂനസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട്. അവൻ പറഞ്ഞ് തൃശ്ശൂരിൽ ആനകളൊക്കെ പാലക്കാട് ആ ഏരിയ വരുന്നതെന്നൊക്കെ. അതില്ലേ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കട്ടെ. തൃശ്ശൂരിലെ ആൾക്കാർ, തൃശ്ശൂർ ആനകളില്ലാന്നല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദി എലിഫൻ്റ് ആർ കമ്മിങ് ഫ്രം പാലക്കാട് ഐ തിങ്ക്. എങ്ങനെയുണ്ടെന്ന് ഇംഗ്ലീഷ്? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി റൂമില്ല, ഫ്രഷപ്പിനുള്ള റൂമില്ല. എന്ത് ചെയ്യാനാ, ലാസ്റ്റ് ചോദിച്ചു പോയി പബ്ലിക് ടോയ്ലറ്റ് പോയി ഒന്ന് സെറ്റായി. നീറ്റ് ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ. അതൊരു വലിയൊരു കമ്പനീൻ്റെ ഒരു ജ്യോതി, ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്, ഒരു ജ്യോതി ടവറിൻ്റെ അകത്ത് ഒരു ജ്യോതി ടവറിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഇതാണ്. നല്ല നീറ്റ് ടോയ്ലറ്റാണ്. അല്ലാണ്ട് വേറെ മറ്റേ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ പോലത്തെ ആ സ്കീമല്ല. അപ്പോൾ നമ്മൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ, ശക്തൻ സ്റ്റാൻഡ്. ഇപ്പോൾ ഓട്ടോന് എത്ര റേറ്റ് ആവും നോക്കണം. അവിടുന്ന് ചേർപ്പ് വഴി തൃപ്രയാറ്. ഓക്കെ ഏട്ടാ, ശക്തൻ സ്റ്റാൻഡിൽ പോവാം. എത്ര പൈസ? 50 രൂപ. പോവാം, 50 രൂപ കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പോവാം. വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അതാ അപ്പൊ ഗൈസ്, ചേർപ്പ് വഴി തൃപ്പയാറിലേക്ക്. ഓക്കെ, ഇതാണ് ഗൈസ് ശക്തൻ സ്റ്റാൻഡ്. ഓക്കെ, അതാ ബസ് പിടിച്ച് മരിച്ച്.
ഗൈസ് അപ്പോൾ ഞാൻ ഇത് തൃപ്രയാർ എത്തിയിട്ട് കേട്ടോ. ബസ്സിൽ അങ്ങനെ കൂടുതൽ ഷോട്ട് നടത്തി ഞാൻ ഉറങ്ങിപ്പോയി പകുതിക്കുന്നത്. അപ്പോൾ നമ്മളെ ചെക്കനുണ്ട്, ജെറിക്കുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. എന്താണ് സുഖല്ലേ? ഹലോ. ആ കഴിക്കാൻ തരും. അപ്പോൾ കഴിച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാട്ടോ. ഇത് നമ്മളെപ്പം വേറൊരാളും കൂടി ഉണ്ട്. പരിചയപ്പെടുത്തു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആ പറഞ്ഞോ. എന്താ പറയണ്ടേ? ഇതന്നെ പറയണോ? അതല്ല ഒരു മിനിറ്റ്. കട്ടൊന്നാക്കത്തില്ല, നീ പറ. നിന്റെ പേര്, സ്ഥലം, എന്താ ചെയ്യും? അപ്പോൾ ഗൈസ് ഞാൻ ഇത് എവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റിസോർട്ടാണ് ബാഗ് കാണുന്നത്. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, റിസോർട്ട് ഇഷ്ടംപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നാമത് നമ്മുടെ ഇതല്ലേ, എന്തായിരുന്നു അതിൻ്റെ പേര്, പൂരം. അപ്പോൾ പൂരമായതുകൊണ്ട് എല്ലായിടത്തും ബുക്കിങ്ങാണ്, എല്ലായിടത്തും. പിന്നെ പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു നീറ്റ് ഹോം സ്റ്റേ കേട്ടോ. BV's ഹോം എന്ന് പറഞ്ഞിട്ട്, ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിടിലൻ ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. റൂംസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു പാർക്ക് പോലെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. വാ, നല്ല പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് റൂമിലേക്ക് പോവാം. ഇവിടെ റൂം, ഡൈനിങ് ഹാള്, കിച്ചൺ, ലിവിങ്. ഇതാണ് നമ്മുടെ റൂം. രണ്ടാൾക്കാർ കിടക്കുന്നുണ്ട്. ബാത്റൂം കാണിച്ച. അപ്പോൾ എൻ്റെ 2 ചങ്ങായിമാരുണ്ടാവും. ഇത് മിത്ര, രാവില. അപ്പോൾ എങ്ങനെ പൂരൊക്കെ പൊളിച്ചല്ലോ. ബാക്കി വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ.